ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു വിഷയം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ മഅശറൽ മുഹാജിരീൻ, ഓ മുഹാജിരീങ്ങളുടെ കൂട്ടമേ, ഓ മുഹാജിരീങ്ങളുടെ കൂട്ടമേ, ഖംസു ഖിസാലിൻ ഇദബ്തുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന. ഈ 5 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഭാഗത്തുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. 5 കാര്യം പറയാൻ പോവാണ്. ഇത് നിങ്ങൾക്ക് ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യാൻ. ആരാ പറയുന്നത്? നബി തങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖംസു ഖിസാൽ, 5 കാര്യങ്ങൾ, ഇദബ്തുലീതും ബിഹിന്ന, ആ 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ, വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, ആ 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഒന്നാമത്തെ കാര്യം? ലൻ തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഹത്താ അഅലനൂ ബിഹാ ഇല്ലാ ഫശാ ഫീഹിമുത് ത്വാഊൻ വൽ ഔജാഉ അല്ലതി ലം തകുൻ ഫീ അസ്ലാഫിഹിം അല്ലദീന മളൗ. ഒന്നാമത്തെ കാര്യം അതാണ്. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചോളൂ. എല്ലാവരും, പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ചെറുപ്പക്കാരായാലും ചെറുപ്പക്കാരികളായാലും, എവിടെയോ നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, എത്ര ലാഘവത്തോടെയാണ് നമ്മൾ ഇവിടെ തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര നിസ്സാരമായിട്ടാണ്. ആരെയാ നമ്മൾക്ക് പേടിയുള്ളത്? ഉസ്താദുമാരെ പേടിയുണ്ടോ? മാതാപിതാക്കളെ പേടിയുണ്ടോ? ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മുസ്ലിം പെൺകുട്ടികൾ, തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളൊക്കെ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിലുള്ള ചില ബോഗികളിൽ അല്ലെങ്കിൽ ബാത്റൂമിന്റെ ഭാഗത്ത് നിന്ന് കിന്നരിക്കുമ്പോ ഇതൊരു ഉസ്താദ് പോവാണല്ലോ, അങ്ങനെ ഒരു നാണം വരില്ല. പണ്ടൊക്കെ ഉസ്താദിനെ കാണുമ്പോഴെങ്കിലും ഒരു നാണം ഉണ്ടായിട്ടില്ലേ? അല്ലെ? പണ്ടൊക്കെ ഒരു ഉസ്താദുമാരെ കാണുമ്പോ ഒരു നാണം, അതുപോലില്ല. ഉസ്താദാണ്, പഠിച്ചോനെ എവിടെങ്കിലും വ്യാധിൽ പറഞ്ഞേക്കോ, അങ്ങനെങ്കിലും പേടിക്കേണ്ട. അറ്റ്ലീസ്റ്റ് ഉസ്താദുമാരെ കാണുമ്പോൾ ഒളിച്ചിക്കലെന്ന് എല്ലാരും എന്ത് വ്യാധിൽ പറഞ്ഞേക്കല്ല. കുടുംബക്കാരെ എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയാൽ പെട്ടെന്ന് അവര് പറയും, വ്യാധിൽ പറഞ്ഞേക്കല്ലേ എന്ന് പറയും. അതേപോലെ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു പേടി അതുമില്ല. ഇദാ കാന ആഖിറു സമാൻ, അവസാന കാലഘട്ടം വന്നാൽ, യർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ലജ്ജയെ ഉയർത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഖംസു ഖിസ്വാലിൻ, 5 കാര്യം നമ്മളിൽ ഉണ്ടായാൽ. എന്താണ് ആ 5 കാര്യം? ഒന്ന്, പരസ്യമായി തെറ്റു ചെയ്യാൻ തുടങ്ങിയാൽ. അപ്പോ 5 കാര്യങ്ങൾ. ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു, ഒരു സമുദായത്തിൽ വ്യഭിചാരവും തോന്നിവാസങ്ങളും പരസ്യമായി ചെയ്യാൻ തുടങ്ങിയാൽ, രഹസ്യമായി ചെയ്യുന്ന വിഷയമല്ല. ഒരാൾ രഹസ്യമായി തെറ്റ് ചെയ്തു, അത് അയാളും അയാളുടെ റബ്ബുള്ളതാണ്. മനസ്സിലാക്കണം. രഹസ്യമായി തെറ്റ് ചെയ്യുന്നത് അയാളും അയാളുടെ റബ്ബുമാണ്. പക്ഷെ പരസ്യമായി തെറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല. രഹസ്യമായി തെറ്റു ചെയ്ത ഒരാൾ, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ, എന്റെ ഭാഗത്ത് തെറ്റുകൾ വന്നുപോയി എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു മാപ്പ് തരും. എന്നാൽ പരസ്യമായി തെറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല. ഒരാൾ പരസ്യമായി കള്ളുകുടിച്ചാൽ അല്ലാഹു അയാൾക്ക് മാപ്പ് നൽകൂല എന്നാണ്. പരസ്യമായി വ്യഭിചരിക്കുകയാണെങ്കിൽ അല്ലാഹു അയാൾക്ക് മാപ്പ് നൽകൂല എന്നാണ്. അപ്പൊ പരസ്യമായി തെറ്റുകൾ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്ത തെറ്റുകളെ പരസ്യമാക്കുക. തെറ്റ് ചെയ്തത് രഹസ്യമായിട്ടായിരിക്കും, ആരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല എന്നുറപ്പിച്ച് തെറ്റൊക്കെ ചെയ്ത് പിന്നെ വന്നത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ എന്താ പ്രശ്നം? ഇവിടെ തെറ്റുകൾ രഹസ്യമായി ചെയ്ത് പരസ്യമായി ചെയ്താൽ ആളുകൾക്ക് തെറ്റുകളോടുള്ള പേടി നഷ്ടപ്പെടും, തെറ്റുകളോട് ഒരു ലാഘവം തോന്നും. ഇപ്പൊ ഇസ്ലാം പറയുന്നില്ലേ, വ്യഭിചരിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ഇസ്ലാം പറയാറില്ലേ? അത് ആരെയാ കല്ലെറിഞ്ഞു കൊല്ലേണ്ടത്? വ്യഭിചരിച്ച എല്ലാവരെയും കല്ലെറിഞ്ഞു കൊല്ലണോ? വ്യഭിചരിച്ച എല്ലാ ആളുകളെയും കല്ലെറിഞ്ഞു കൊല്ലണോ? വേണ്ട. പിന്നെ ആരെയാ കല്ലെറിഞ്ഞു കൊല്ലേണ്ടത്? 4 ആളുകൾ കാണുക, 4 ആളുകൾ കണ്ടാലും കുഴപ്പമില്ല ഞാൻ വ്യഭിചരിക്കും, അത് അഹങ്കാരല്ലേ? 4 ആളുകൾ കണ്ടാലും കുഴപ്പമില്ല ഞാൻ വ്യഭിചരിക്കും. ഒരാൾ രഹസ്യമായി വ്യഭിചരിക്കുന്ന വീഡിയോ എടുത്തിട്ട് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇതാ വ്യഭിചരിക്കുന്ന വീഡിയോ, അയാളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലൂല. കാരണം ഇത് വീഡിയോ ആണ്. അങ്ങനെയല്ല പറഞ്ഞത്, കണ്ണുകൊണ്ട് 4 ആളുകൾ കാണണം വ്യഭിചരിക്കുന്നത്. അതും 2 പേര് കിടക്കുന്നത് കണ്ടാ പോരാ, വ്യഭിചരിക്കുന്നത് കാണാം എന്ന് തന്നെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
പണ്ഡിതന്മാർ ഉപയോഗിച്ച പദപ്രയോഗം ഒരു സുറുമക്കുപ്പിയിൽ സുറുമയെടുക്കാൻ വേണ്ടി സുറുമന്റെ ആ ഒരു കോലിടുന്നത് പോലെ, അഥവാ അത്ര പരസ്യമായി എനിക്കത് വിഷയമേ അല്ല, ആളുകൾ കണ്ടോട്ടെ, ഇത്ര നിസ്സാരമായി ആളുകൾ വ്യഭിചരിച്ചാൽ അവരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിഞ്ഞു കൊല്ലാൻ പറഞ്ഞത്. അല്ലാതെ ഒരാൾ രഹസ്യമായി വ്യഭിചരിച്ചു, ഒരാൾ കണ്ടു എന്നിട്ട് ഭരണകൂടത്തോട് പറയാൻ ഞാൻ വ്യഭിചരിക്കുന്നത് കണ്ടു, ഇയാൾക്ക് അടി കിട്ടും ഇസ്ലാമിൽ നിന്ന്, ഇയാൾക്ക് ഇസ്ലാമിൽ നിന്ന് ഹദ്ദ് കിട്ടും. എന്റെ ഒരാൾക്കെതിരെ ആരോപണം ഉണ്ടാക്കിയതിന്റെ പേര് കണ്ടിട്ടുണ്ടാവാം, പക്ഷെ 4 ആളുകൾ ഉണ്ടെങ്കിലേ ഇസ്ലാം വ്യഭിചാരത്തിന്റെ പേര് ശിക്ഷിക്കുള്ളൂ. അഥവാ ഇതിന്റെ അർത്ഥം എന്താ? ഇത്രയും നിസ്സാരമായി തെറ്റുകളെ ലാഘവത്തോടെ കണ്ട് പരസ്യമായി വ്യഭിചരിക്കാൻ തുടങ്ങിയാൽ ആളുകൾക്കൊക്കെ അതൊരു നിസ്സാരമായി കാണും, പിന്നെ എല്ലാ ആളുകളും അത് ഏറ്റെടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് തെറ്റുകൾ പരസ്യമാക്കുന്നത് കണ്ടാൽ, ആളുകൾ തെറ്റുകൾ ചെയ്ത് അതിനെ നിസ്സാരമായി കാണാൻ തുടങ്ങിയാൽ, ചെയ്ത തെറ്റുകളൊക്കെ പരസ്യമാക്കാൻ തുടങ്ങിയാൽ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇല്ലാ ഫശാ ഫീഹിമുത് തഊൻ വല്ലൗജാഉ അല്ലതി ലം തകുൻ ഫീ അസ്ലാഫിഹിമുൽ ലദീന മലൗ. മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങൾക്കൊന്നും അല്ലാഹു നൽകാത്ത രോഗങ്ങളെ, പേര് പോലും പറയാൻ കഴിയാത്ത അസുഖങ്ങൾ, മരുന്ന് പോലും എന്താണെന്നറിയാത്ത അസുഖങ്ങളെ അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇന്ന് ഞാൻ വരുമ്പോ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, മകളുടെ കാര്യം, രോഗം എന്താണ് എന്ന് ഡോക്ടർമാർക്കറിയില്ല, എന്ത് മരുന്ന് കൊടുക്കണമെന്നും ഡോക്ടർമാർക്കറിയില്ല. 2 ആളെ കാര്യം പറഞ്ഞു, 2 ആളുടെ കാര്യം, ഒരു സഹോദരിയുടെ അതേപോലെ ചെറിയ കുട്ടിയുടെ കാര്യം. മരുന്ന് എന്താണെന്ന് അറിഞ്ഞാൽ കോടിക്കണക്കിന് പൈസ ഉണ്ടെങ്കിൽ എവിടുന്നെങ്കിലും വാങ്ങിച്ചിട്ട് മരുന്ന് കൊടുക്കാം. പക്ഷെ മരുന്ന് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? മനസ്സിലായോ? ഒരു രോഗം വന്നു, ആ മരുന്ന് കിട്ടണമെങ്കിൽ കോടി കൊടുക്കണം. കുഴപ്പമില്ല, നമ്മൾ പിരിവ് നടത്തിയിട്ടെങ്കിലും ആ മരുന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കാം. പക്ഷെ മരുന്ന് എന്താണെന്ന് അറിയില്ല, എന്താണ് രോഗമെന്നറിയില്ല, എങ്ങനെ ഇതിനെ ചികിത്സിക്കണമെന്നറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? കൈമലർത്താൻ, ഡോക്ടർമാർ കൈമലർത്താൻ, രോഗി കൈമലർത്താൻ, പാരന്റ്സ് കൈമലർത്താൻ, ഒന്നും ചെയ്യാൻ കഴിയാതെ മേലോട്ട് നോക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് വലിയൊരു പ്രയാസമാണ്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, തിന്മകൾ പരസ്യമാക്കാൻ തുടങ്ങിയാൽ പേര് പോലും അറിയാത്ത, മരുന്നുകൾ പോലും ഇല്ലാത്ത അസുഖങ്ങൾ നൽകി അല്ലാഹു പരീക്ഷിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു, വലം യൻഖുസുൽ മിക്യാല വൽ മീസാന ഇല്ലാ ഉഖിദൂ ബിസ്സിനീന വശിദ്ദത്തിൽ മുഊനതി വജൗരി സുൽത്താനി അലൈഹിം. ഇതിലുണ്ട് നമ്മുടെ ഇന്നത്തെ ഭരണകൂടം, അതേപോലെ തന്നെ NRC-യും ക്യാബൊക്കെ ഈ ഹദീസിലുണ്ട്. NRC-യും CAB ഒക്കെ ഈ ഹദീസിലുണ്ട്. എന്താ പറഞ്ഞത്? വലം യൻഖുസുൽ മിക്യാല വൽ മീസാൻ. സാമ്പത്തികമായ ഇടപാടിൽ സൂക്ഷ്മതയില്ലാത്ത ആളുകൾ, സാമ്പത്തികമായ ഇടപാടിൽ സൂക്ഷ്മതയില്ലാത്ത ആളുകൾ, മറ്റുള്ളവന്റെ സമ്പാദ്യം അടിച്ചു മാറ്റുന്ന ആളുകൾ, ഹറാമേത് ഹലാലേത് എന്നറിയാതെ ഹലാലിനും ഹറാമിനും തീരെ പരിഗണിക്കാത്തവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലോകാവസാനം സംഭവിക്കൂല. ഏതുവരെ ജനങ്ങൾക്ക് ഹലാലായാലും ഹറാമായാലും ഒരു കുഴപ്പമില്ല, തിന്നാൽ മതി, പൈസ ഉണ്ടാക്കിയാൽ മതി, വീടെടുത്താൽ മതി, വണ്ടി വാങ്ങിച്ചാൽ മതി, ഹലാലായാലെന്ത് ഹറാമായാലെന്ത്, സമ്പത്ത് ആരുടേതായാലെന്ത്, ഞാൻ തിന്നണം, എന്റെ കീശ വീർപ്പിക്കണം, ഞാൻ വീടെടുക്കണം എന്ന ചിന്തയല്ലാതെ ഇത് ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കാൻ ഒരാളും നിൽക്കൂല. പൈസ കിട്ടണം, സമ്പത്തുണ്ടാവണം, പൈസ കിട്ടണം, സമ്പത്തുണ്ടാവണം എന്നുള്ളതല്ലാതെ വേറെ ഒരു ചിന്തയില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉംറയ്ക്ക് പോയി വന്ന ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, ഞാൻ മദീനയിൽ ഒരു മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഖുർആൻ ക്ലാസ് നടക്കാറുണ്ട്. അപ്പൊ ഞാൻ ഓതട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഓതി കൊടുത്തു, സമ്മതിച്ചു. നല്ല ഉഷാറെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 2-3 ദിവസം ഇവിടെ ഉണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ പഠിക്കാനിരുന്നോട്ടെ. നിങ്ങളുടെ നാട് ഏതാ? ഞാൻ കേരളത്തിൽ നിന്നാണ്. കേരളക്കാരെ വേണ്ടാന്ന് പറഞ്ഞു. എന്റെ കാരണം അത് പറഞ്ഞില്ല. പിന്നെ അയാൾ പറഞ്ഞു, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഹറമിന്റെ വർക്ക് നടക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഹറമിന് ഏകദേശം എത്ര ആളുകൾ വർക്ക് എടുക്കുന്നുണ്ടാവും? 10,000-കണക്കിന് ആളുകളുണ്ട്. നിങ്ങൾ എവിടുന്നാ? ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരാളും ഈ ഒരു വർക്കിന് ഏൽപ്പിച്ചിട്ടില്ല. ഒക്കെ കേരളത്തിന് പുറത്തുള്ള ആളുകളാണ്. എന്താ കാരണം എന്ന് വെച്ചോ? അപ്പൊ പറഞ്ഞു, ഒക്കെ പറ്റിച്ചിട്ട് പോവാണ്.
ഒക്കെ പറ്റിച്ചിട്ട് ചതിച്ചിട്ട് പോവാണ്, പൈസ മുക്കിയിട്ട് പോവാണ്. ഇന്ന് എന്നോട് പറഞ്ഞാണ്, അല്ലാഹു അലം, ഇന്ന് ഉച്ചയ്ക്ക് ജുമഅക്ക് ശേഷം എന്നോടൊരു ഉസ്താദ് പറഞ്ഞാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ ഹലാലും ഹറാമും വേർതിരിവില്ലാതെ മറ്റുള്ളവന്റെ സമ്പാദ്യങ്ങൾ അടിച്ചു മാറ്റി തിന്നുന്നവർ നമ്മുടെ നാട്ടിലുണ്ടായാൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇല്ലാ ഉഖിദു ബിസ്സിനീൻ, ശക്തമായ ക്ഷാമം ഉണ്ടാകും. ഉള്ളിക്ക് 100 അല്ല 200 കിടക്കും. ശക്തമായ ക്ഷാമം, വെള്ളം കിട്ടൂല, ഭക്ഷണം കിട്ടൂല. എന്റെ കാരണം നമ്മുടെ സമ്പാദ്യം ഹലാലും ഹറാമും സൂക്ഷിക്കാതെ മറ്റുള്ളവന്റെ സമ്പാദ്യങ്ങൾ വരെ അടിച്ചു മാറ്റാൻ ഒരു മടിയുമില്ലാത്തവർ. അറബിയുടെ ട്രൗസറൂരി ലക്ഷങ്ങളും കോടികളുമായി നാട്ടിലേക്ക് കടന്നു വരുന്നവരെത്ര? അവരിവിടെ മനോഹരമായ വീട് വെക്കുന്നു, മനോഹരമായ വണ്ടിയെടുക്കുന്നു, എന്നിട്ട് പാവം അറബികൾ അവിടെ ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്നു. എങ്ങനെ മനസ്സാക്ഷിക്ക് ഇത് അംഗീകരിക്കാൻ കഴിയും? ഒരു മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഇവർക്കൊക്കെ എങ്ങനെ ഇത് അംഗീകരിക്കാൻ കഴിയും? എങ്ങനെ ഇവർക്ക് തിന്നാൻ കഴിയും? എങ്ങനെ ഇത് ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ കഴിയും? മറ്റുള്ളവന്റെ സമ്പാദ്യം അടിച്ചു മാറ്റി ഇവിടെ സുഖിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരൊരു പക്ഷേ എന്തായാലും കുറച്ച് പൈസയും വീടുണ്ടായ നേതാക്കന്മാരായി മാറും. എത്രയോ ആളുകൾ എനിക്കറിയാം, ഇഷ്ടംപോലെ ആളുകൾ എനിക്കറിയാം. ആദ്യം ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ അയാൾ ഇങ്ങനെ വന്നതാണ് എന്നൊക്കെ നാട്ടിൽ ചർച്ചയുണ്ടായി. ഗൾഫിൽ നിന്ന് വന്നത്, അറബിയുടെ ട്രൗസറൂരി വന്നതാണ് എന്ന് നാട്ടിലൊക്കെ വ്യാപകമായ ചർച്ചയാണ്. പിന്നെയുണ്ട് 5 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അയാൾ പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾ പ്രധാനപ്പെട്ട ഒരാളാണ്. എന്താ കാരണം? പള്ളിക്ക് ഇത്ര പൈസ കൊടുത്തു, അപ്പൊ കമ്മിറ്റിയുടെ പ്രധാനിയായി. ഇത് രീതിയല്ല, ഇത് ഇസ്ലാമല്ല, ഇത് തെമ്മാടിത്തരമാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം പ്രാർത്ഥനയാണ്. ഏത് പ്രതിസന്ധി വന്നാലും അല്ലാഹുവിനോട് ദുആ ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗുഹയിൽ പെട്ടുപോയ 3 ആളുകളുടെ ചരിത്രം നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ഗുഹയിൽ പെട്ടുപോയ 3 ആളുകൾ. എന്താണ് ആ 3 ആളുകൾ ചെയ്തത്? അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടി ഗുഹയുടെ അകത്തേക്ക് കയറി. അപ്പോഴാണ് വലിയ ഒരു പാറക്കല്ല് ഉരുണ്ട് വന്നിട്ട് അവരുടെ ഗുഹാമുഖം അടച്ചത്. ഗുഹാമുഖം അടഞ്ഞു, വെളിച്ചമില്ല, വായുവില്ല. ഇനി എന്താ ചെയ്യുക? 3 ആളുകളും അവരുടെ കൈ ഉപയോഗിച്ച് ശക്തമായി തള്ളി നീക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ പാറയെ അനക്കാൻ 3 ആളുകൾക്കും കഴിഞ്ഞില്ല. 3 ആളുകൾ അവരവരുടെ കൈകൾ ഉപയോഗിച്ച് ശക്തമായി തള്ളി നീക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരെ കൊണ്ട് ആ പാറയെ അനക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് 3 ആളുകൾ ചർച്ച ചെയ്യുന്നത്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് അതിലൊരാൾ അഭിപ്രായം പറഞ്ഞത്, അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ആരോഗ്യം കൊണ്ട്, മസിൽ പവർ കൊണ്ടല്ലേ ഞങ്ങൾക്ക് അതിനെ അനക്കാൻ പറ്റാത്തത്. പക്ഷെ അല്ലാഹു തആല നമ്മൾക്ക് നാവ് തന്നിട്ടില്ലേ? ഈ നാവ് കൊണ്ട് നമ്മൾക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ജീവിതത്തിൽ ചെയ്ത സ്വാലിഹായ ഒരു നന്മ മുന്നിൽ വെച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹു പാറ നീക്കൂലേ? ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്നല്ലേ അല്ലാഹു പറഞ്ഞത്. ഒന്നാമത്തെ ആള് ദുആ ചെയ്തു, അല്ലാഹുവേ, എന്റെ മാതാപിതാക്കളോട് എന്റെ ജീവിതത്തിൽ മരണം വരെ ഇന്ന് വരെ ഞാൻ മോശമായി പെരുമാറിയിട്ടില്ല. അവരോട് കാണിച്ച ആ അദബ് നിനക്ക് വേണ്ടിയാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ ഈ പാറയെ നീ നീക്കിത്തരണേ അല്ലാഹ്. 6 കൈകൾ വെച്ചിട്ട് തള്ളിയ പാറ നാവ് കൊണ്ട് നീക്കുകയാണ്, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. അല്ലാഹുവേ, ഞാൻ എന്റെ മാതാപിതാക്കളോട് ജീവിതത്തിൽ മാന്യമായി പെരുമാറിയത് നിനക്ക് വേണ്ടിയാണെങ്കിൽ ഈ പാറയെ നീ നീക്കണം. പാറ നീങ്ങി, വെളിച്ചം വന്നു. പക്ഷേ അതിനിടയിലൂടെ കടന്നു പോകാൻ അവർക്ക് സാധിച്ചില്ല. രണ്ടാമത്തെ ആള് ദുആ ചെയ്തു, അല്ലാഹുവേ, വ്യഭിചരിക്കാൻ എനിക്ക് അവസരമുണ്ടായി. വർഷങ്ങളായി എന്റെ കുടുംബത്തിലെ ഒരു പെണ്ണിനോട് എനിക്ക് പ്രേമമായിരുന്നു. അവളോട് എന്തെന്നില്ലാത്ത വികാരം എനിക്കുണ്ടായിരുന്നു. അവളുമായി കിടപ്പറ പങ്കിടണമെന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. അവളോട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ സമ്മതിച്ചില്ല. വലിയ ഒരു ക്ഷാമം വന്നപ്പോൾ എന്റെ അടുത്തേക്ക് അവൾ വന്നിട്ട് എനിക്ക് പൈസ തരുമോ എന്ന് ചോദിച്ചു. 120 സ്വർണ്ണ ദീനാറാണ് ഞാൻ കൊടുത്തത്. എന്താണ് കരാർ എന്നറിയോ? കിടപ്പറ പങ്കിടണമെന്ന കരാറിൽ 120 ദീനാറാണ് ഞാൻ കൊടുത്തത്. പറഞ്ഞതുപോലെ അവളും ഞാനും ആരുമില്ലാത്ത ഒറ്റയ്ക്കൊരു മുറിയിൽ ഒരുമിച്ച് കൂട്ടിയപ്പോൾ വ്യഭിചരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പെണ്ണെന്റെ മുഖം നോക്കി പറഞ്ഞത്,
യാ ഫതാ ഇത്തഖില്ലാഹ്, ഓ ചെറുപ്പക്കാരാ അല്ലാഹുവിനെ പേടിച്ചോളണം. ചെറുപ്പക്കാരാ, ഞാൻ ഗത്യന്തരമില്ലാതെ നിർബന്ധിതനായി ഞാൻ വന്നതാണ്, സാമ്പത്തികമായി വലിയ ആവശ്യമുള്ളത് കൊണ്ട് വന്നതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, അല്ലാഹുവിനെ പേടിക്കണേ ചെറുപ്പക്കാരാ. ഉടനെ തന്നെ പേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നാട്ടുകാര് കാണുമെന്ന പേടിയല്ല, പോലീസുകാര് പിടിക്കുമെന്ന പേടിയല്ല. അല്ലാഹു ഇത് കാണുമല്ലോ, അല്ലാഹുവിന് ഇത് ഇഷ്ടപ്പെടൂലല്ലോ. അല്ലാഹുവേ, അത് ഞാൻ നിനക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ഈ പാറയെ നീ നീക്കിത്തരണേ അല്ലാ. പാറ നീങ്ങി, ഒരൽപ്പം കൂടി വെളിച്ചം വന്നു, വായുവും വന്നു. പക്ഷേ അവർക്ക് കടന്നു പോകാൻ വഴിയില്ല. മൂന്നാമത്തെ ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എനിക്കൊരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു. നോക്കണം, സമ്പത്തിലൊക്കെ എത്ര മാന്യത കാണിക്കണമെന്ന് ഈ സംഭവം പറഞ്ഞൊരു ഒരു ഉസ്താദ്, നമ്മുടെ പള്ളിയിൽ ജോലി ചെയ്ത ഒരു ഉസ്താദ് ചൊടിച്ചിട്ട് പിണങ്ങിയിട്ട് പോവാൻ. ഇന്ന് ഡിസംബർ 13 ഇറങ്ങിയിട്ട് പോവാൻ, ശമ്പളം വാങ്ങില്ല. കമ്മിറ്റിക്കാരെന്ത് ചെയ്തു, അയാളുടെ ഒരു 10,000 രൂപ ശമ്പളം കഴിഞ്ഞ മാസത്തെ അടക്കം 25,000 രൂപ സാലറി ബാക്കി ഉണ്ടായിരുന്നു. അത് എവിടെ കൊണ്ട് ബിസിനസ്സിലിട്ടു. അയാളെ പോയി, പിന്നെ അയാളെ കണ്ടതൊന്നുമില്ല. പിന്നെ അടുത്ത ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് ഉറൂസ് ഇതേപോലെ വരുമ്പോ മൊയിലാര് വന്നിട്ട്, അല്ലാജിക്ക എന്റെ ഒരു ശമ്പളാണല്ലോ ഇവിടെ. നിങ്ങളുടെ ശമ്പളാണല്ലേ എന്ന് പറഞ്ഞിട്ട് 2-3 ലക്ഷത്തിന്റെ കെട്ടെടുത്തിട്ട് അയാൾ കൊടുത്തു. എന്തെന്നെ കളിയാക്കുക? ഞാൻ കളിയാക്കാണോ, തമാശാക്കാണോ? ഞാൻ ജോലി ചെയ്ത് ശമ്പളം ചോദിക്കാനാണ് ഞാൻ വന്നത്. അപ്പം കമ്മിറ്റി ഭാരവാഹിയിൽ ആജിക്ക പറഞ്ഞു, നിങ്ങൾ അന്ന് വെച്ചുപോയി 25,000 രൂപ ഞാൻ ഇന്നായിരുന്നൊരു ജ്വല്ലറിയിൽ ഇട്ടിട്ട് അതിൽ നിന്ന് മാസാമാസം കിട്ടിയ സംഖ്യ 3 ലക്ഷം രൂപ ആയിട്ടുണ്ട്. അയാൾ അതും വാങ്ങിട്ട് ഒറ്റ പോക്ക്, ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞില്ല, ഒരു നന്ദിയെങ്കിലും പറഞ്ഞില്ല കമ്മിറ്റിക്കാരോട്. എടുത്തിട്ടൊരു പോക്ക് പോയി. അതേപോലെയാണ് ഇയാൾ ചെയ്തത്. അല്ലാഹുവേ, എന്റെ ജോലിക്കാരൻ ശമ്പളം വാങ്ങാതെ പോയപ്പോ ഞാൻ അതുകൊണ്ട് ബിസിനസ് നടത്തി. എന്നിട്ട് അയാൾ വർഷങ്ങൾക്ക് ശേഷം എന്റെ പൈസ ചോദിച്ച് കടന്നു വന്നപ്പോ നീണ്ടു നിൽക്കുന്ന ആടിനെയും ഒട്ടകങ്ങളെയും പശുക്കളെയും ഞാൻ കാണിച്ചു കൊടുത്തു. അയാൾ ചോദിച്ചു, എന്നെ കളിയാക്കാണോ? അല്ലല്ലല്ല, ഇതൊക്കെ നിന്റേതാണ്. എല്ലാം എടുത്തുപോയി, ഒന്നുപോലും ബാക്കി വെച്ചില്ല. ഒരാടെങ്കിലും ഇത് നിങ്ങൾക്കായി എന്റെ വക ഇല്ല, നന്ദി പോലും പറയാതെ കൊണ്ടുപോയി. എന്നിട്ടോ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, അള്ളാഹുവേ നിനക്ക് വേണ്ടിയാണ് ഞാനതെല്ലാം ചെയ്തതെങ്കിൽ ഈ പാറയെ നീ നീക്കിത്തരണേ അല്ലാ. അത്ഭുതകരമായി പാറ നീങ്ങി 3 ആളുകളും രക്ഷപ്പെട്ടു എന്ന് ജീവിതത്തിൽ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ലാത്ത ശഫീഉനാ റസൂലുള്ളാഹ്. എങ്ങനെ മാറ്റിയത്? നാവ് കൊണ്ടാ മാറ്റിയത്, കൈകൾ കൊണ്ടല്ല, നാവ് കൊണ്ടാ മാറ്റിയത്. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, പലപ്പോഴും അധികാരം നഷ്ടപ്പെടാനോ ഭരണാധികാരികൾ നശിക്കാനോ നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. അവർക്ക് നല്ല രീതിയിൽ ഭരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ആര് ഭരിച്ചാലും നമ്മൾക്ക് കണക്ക് തന്നെയാണ്. പക്ഷേ ഭരിക്കുന്നവർ മാന്യന്മാരാവണം. ഭരണഘടനയെ വെല്ലുവിളിക്കുന്നവരാവരുത്, രാജ്യത്തിലെ പൗരന്മാരെ വെല്ലുവിളിക്കുന്നവരാവരുത്. ആ ഭരിക്കുന്ന ആളുകൾക്ക് അത്ഭുതമുണ്ടാവാൻ അല്ലാഹുവിനോട് നമ്മൾക്ക് ദുആ ചെയ്യാം. ദുആ ആണ്, പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. പ്രാർത്ഥന കൊണ്ട് ഏത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും നമ്മൾക്ക് കഴിയും. മറന്നു പോകരുത്, പ്രാർത്ഥനകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമ്മൾക്ക് കഴിയും. പക്ഷേ ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഒരു മാനദണ്ഡമുണ്ട്. എന്താണ് ആ മാനദണ്ഡം എന്നറിയോ? നമ്മുടെ സമ്പാദ്യം ഹലാലാവണം, നമ്മുടെ വസ്ത്രം ഹലാലാവണം, നമ്മുടെ വീട് ഹലാലാവണം, തിന്നുന്നത് കുടിക്കുന്നത് ഹലാലാവണം, നമ്മുടെ വാഹനം ഹലാലാവണം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുടി ജട കുത്തിയ ഒരാൾ, യാത്രക്കാരനായ ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. യാ റബ്ബി യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ എന്ന് പറഞ്ഞ് മുടിയെല്ലാം ജട കുത്തിയ യാത്രക്കാരനായ ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നാ യുസ്തജാബു ലഹ്, എങ്ങനെയാണ് അല്ലാഹു അയാൾക്ക് ഉത്തരം നൽകുന്നത്? ജട കുത്തിയാൾക്ക് എന്താ പ്രത്യേകത? യാത്രക്കാരൻ എന്താ പ്രത്യേകത? എന്തുകൊണ്ടാ യാത്രക്കാരനും മുടി ജട കുത്തിയവനെന്ന് പറയാൻ കാരണം എന്താ? കാരണം യാത്രക്കാരന്റെ ദുആഇന് ഉത്തരവുണ്ട്. മനസ്സിലായോ? യാത്രക്കാരൻ എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു ഉത്തരം നൽകുമെന്നാണ്. പിന്നെ ഈ മുടിജട കുത്തിയവൻ എന്ന് പറയാൻ കാരണം അവർക്ക് ദുനിയാവിന്റെ ബോധമൊന്നുമില്ല, എല്ലാ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ദുനിയാവിന്റെ ബോധമുള്ളവരെ മുടിയൊക്കെ മിനുക്കുന്നല്ല മുഞ്ചില് നടക്കുക. ഇവർക്ക് എന്ത് ദുനിയാവ്? അങ്ങനെ ദുനിയാവിന്റെ ബോധമൊന്നുമില്ലാതെ സാഹിദാണ്, യാത്രക്കാരനാണ്. അത് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളവരാണ്. യാത്രക്കാരന് ഉത്തരം കിട്ടണം, സാഹിദിനും ഉത്തരം കിട്ടണം. പക്ഷേ എങ്ങനെയാണ് അയാൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്നത്? കാരണം അയാൾ തിന്നുന്നത് ഹറാമാണ്.
ഹറാമ് തിന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഹറാമായ വീട്ടിൽ വെച്ച് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകൂല. നമ്മുടെ വസ്ത്രം ഹറാമാണ്, മറ്റുള്ളവരുടെ സമ്പാദ്യം അടിച്ചു മാറ്റി തിന്നിട്ട്, മറ്റുള്ളവരുടെ സമ്പാദ്യം അടിച്ചു മാറ്റി വസ്ത്രം വാങ്ങിയിട്ട്, വീടുണ്ടാക്കിയിട്ട്, വണ്ടി വാങ്ങിച്ചിട്ട് എത്ര ദുആ ചെയ്താലും അള്ളാഹു ഉത്തരം നൽകൂല എന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും ഒരാൾ മറ്റൊരാളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഉരുളയെങ്കിലും, ഒരു രൂപയെങ്കിലും, ഒരു നയാ പൈസയെങ്കിലും എന്റേതല്ലാത്തത് എനിക്ക് അവകാശപ്പെടാത്തത് ഞാൻ അപഹരിച്ചെടുത്താൽ ഇല്ലാ ഔജബല്ലാഹു ലഹുന്നാർ, അല്ലാഹു അയാൾക്ക് നരകം നിർബന്ധമാക്കുമെന്നും വഹറമ അലൈഹിൽ ജന്ന, അവർക്ക് അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹ്. എന്താ പറഞ്ഞത്? മറ്റുള്ളവന്റേത് ആരെങ്കിലും അപഹരിച്ചാൽ സ്വർഗം ഹറാമാണ്, നരകം നിർബന്ധമാണ്. അപ്പോഴാണ് ഒരാൾ ചോദിച്ചത്, നബിയേ, ഒരു രൂപയാണെങ്കിലോ അതൊക്കെ ചെറുതല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അത് നിങ്ങളുടെ അറാക്കിന്റെ ഒരു കഷ്ണമാണെങ്കിലും ശരി. പള്ളിയിൽ ഹൗലിന്റെ ഭാഗത്ത് ഒരു അറാക്ക് കണ്ടു, അറാക്കാണെങ്കിൽ തേച്ച ഭാഗം ഏതാണെന്ന് നമ്മൾക്കറിയാം, അത് നമ്മുടെ സുഹൃത്തിൻ്റെതാണെന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചോളൂ. പക്ഷേ നിങ്ങൾക്ക് പല്ല് തേക്കാൻ വേണ്ടി ആ അറാക്കിനെ നിങ്ങൾ 2 കഷ്ണമാക്കി, ബാക്കിയുള്ള കഷ്ണം ഇയാൾക്ക് പല്ല് തേക്കാം, എന്നാൽ മറ്റേ കഷ്ണം എടുത്തിട്ട് നമ്മൾ പല്ല് തേച്ചാൽ അത് മതി. നാളെ അല്ലാഹു തആല നരകം നിഷിദ്ധമാക്കിയിട്ട്, അല്ലാഹു തആല സ്വർഗം നിഷിദ്ധമാക്കി നരകത്തിന്റെ അഹലുകാരിൽ നമ്മളെ ഉൾപ്പെടുത്താൻ അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞപ്പോ ഒരു ദിവസം വാൽ പറഞ്ഞപ്പോ എന്നോട് ഒരാൾ ചോദിച്ചു, ഉസ്താദേ, ഞാൻ പണ്ട് ഗൾഫിലുണ്ടാകുമ്പോ ഒരാളുടെ ശമ്പളം കൊടുക്കാൻ ബാക്കിയത് എന്തോ ഒന്ന് എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ കൊടുക്കാൻ വേണ്ടി വേറെ മാറ്റി വെച്ചിട്ടുണ്ട്, അയാൾ എനിക്ക് ഇന്നേ വരെ കണ്ടിട്ടില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? തേടിപ്പിടിക്കണം, കാണുന്നത് വരെ തേടിപ്പിടിക്കണം. ഇനി കണ്ടില്ലെങ്കിൽ മരിക്കുന്നത് വരെ അയാളുടെ സമ്പാദ്യം നമ്മൾ മാറ്റിവെക്കണം, അയാൾക്ക് കൊടുക്കാൻ വേണ്ടി. എത്രയാണോ കൊടുക്കാനുള്ളത് അതെല്ലാം അയാൾക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇനി അയാൾ മരിച്ചു, ഇനി അയാളെ കിട്ടൂല എന്ന് ഉറപ്പായി അയാളുടെ പേര് ഏതെങ്കിലും പള്ളിക്ക് സ്വതക്ക ചെയ്യാം. അയാളുടെ പേര്, പഠിച്ചോനെ ഇന്നാലെന്ന ഒരാൾക്ക് കൊടുക്കാനുള്ള പൈസയാണ്, അയാളെ കുറിച്ചൊരു വിവരമില്ല, ഇനി അയാൾ എപ്പോ വന്നാലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ഈ സ്വതക്ക അയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഖബറിലേക്ക് എത്തിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അതല്ലാതെ ഒരു നയാ പൈസ പോലും എടുക്കാൻ നമ്മൾക്ക് അവകാശമില്ല. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുകയാണ് ഒരു സ്വഹാബി. നബി തങ്ങളുടെ ഒട്ടകത്തിൽ നിന്ന് ചരക്ക് ഇങ്ങനെ മാറ്റിവെക്കുമ്പോഴാണ് ശത്രുവിന്റെ ഒരു അമ്പ് ശരീരത്തിലേക്ക് ഏറ്റു, വീണു, രക്തം വാർന്നു, മരിച്ചു. സഹാബാക്കൾക്കൊക്കെ വലിയ സന്തോഷമായി. എന്തേ? ഹനീഅൻ ലഹുൽ ജന്ന, അയാൾ സ്വർഗ്ഗക്കാരനാണ്. കാരണം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്, അല്ലാഹുവിന്റെ ഹബീബിന് ഖിദ്മത്ത് എടുക്കുമ്പോഴാണ് ശത്രുവിന്റെ അമ്പേറ്റ് പിടഞ്ഞു മരിച്ചത്. ഹനീഅൻ ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ പറഞ്ഞു. ഉടനെ തന്നെ നബി തങ്ങൾ തിരുത്തുകയുണ്ടായി. എന്താണ് നബി തങ്ങൾ പറഞ്ഞതെന്നറിയോ മുഅ്മിനീങ്ങളെ? അന്നാ, എങ്ങനെയാണ് അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുന്നത്? നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇന്ന ശംലതല്ലതി അഖദത് മിൻ ഖൈബർ ലതസ്തഇലു അലൈഹി നാറാ. ഖൈബർ യുദ്ധം നടക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ഉപകരിക്കേണ്ട, പൊതുജനങ്ങളുടെ മുതലായ ഒരു തട്ടം അയാൾ എടുത്തിട്ടുണ്ട്. ആ തട്ടം ബൈത്തുൽ മാലിലേക്ക് കൊടുക്കേണ്ട തട്ടമാണ്, പൊതുജനങ്ങളുടെ തട്ടമാണ്. അത് സ്വന്തമായി ഉപയോഗിച്ചത് കാരണത്താൽ ഈ ഒരു തട്ടത്തിന്റെ പേരിൽ നാളെ കത്തിജ്വലിക്കുന്ന തീജ്വാലങ്ങളിൽ അയാൾ നരകിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ആരാ? നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത ആളാണ്. ലതസ്തഇലു അലൈഹി നാറാ, തീജ്വാലകളായി ഈ തട്ടം അയാളുടെ കഴുത്തിലുണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. തട്ടനൊക്കെ പറഞ്ഞ ആർക്കും വേണ്ടാതെ വീണ് കിടക്കുന്ന തട്ടായിരിക്കും, ആർക്കും വേണ്ടാതെ അശ്രദ്ധമായി എടുത്ത തട്ടായിരിക്കും. അപ്പോഴാണ് ഒരു സ്വഹാബി ചോദിച്ചത്, നബിയേ, ഞാൻ യുദ്ധത്തിന്റെ സമയത്ത് എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയപ്പോൾ അവിടെ ആർക്കും വേണ്ടാത്ത ഒരു ചെരുപ്പ്,
ആരും ഉപയോഗിക്കാത്ത കളഞ്ഞു കിട്ടിയ ഒരു ചെരുപ്പിൽ നിന്ന് വാറെടുത്തിട്ട് എന്റെ ചെരുപ്പിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നബിയെ, അത് ഹറാമാകുമോ നബിയെ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത് അതും നരകത്തിലാണ്. മറ്റുള്ളവന്റെ സമ്മതമില്ലാതെ ചെരുപ്പിന്റെ വാറെടുത്ത് ഉപയോഗിച്ചാലും അത് നാളെ നിന്റെ ഷോൾഡറിൽ കത്തിജ്വലിക്കുന്ന തീജ്വാലയായി മാറുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. ഹറാം വളരെ സൂക്ഷിക്കണം. ഹറാം സൂക്ഷിക്കാതെ ദുആഇന് ഉത്തരം കിട്ടൂല. എത്ര പ്രാർത്ഥിച്ചാലും അല്ലാഹു ഉത്തരം നൽകൂല. അതുകൊണ്ട് ഒന്നാമതായി നമ്മുടെ സമ്പാദ്യം നമ്മൾ ഹലാലാക്കണം. ഹറാമായ സമ്പാദ്യങ്ങൾ ഒരു നയാ പൈസ പോലും നമ്മുടെ വരുമാനത്തിൽ ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. കാരണം കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബി. നമ്മുടെ മക്കളോ നമ്മുടെ ഭാര്യയോ നമ്മളോ ഹറാമിന്റെ ഒരു ധാന്യമണി തിന്നാൽ ആ കുടുംബ സമേതം ഒന്നടങ്കം നാളെ നരകത്തിൽ കിടക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു മുഅ്മിനിന്റെ ആയുധം എന്നുള്ളത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ സമ്പാദ്യം ഹലാലാവണം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത് ഓർമ്മയുണ്ടോ? നബിയേ ഉദുഉല്ലാഹ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, അയ്യജഅലനി മുസ്തജാബ ദഅവ. അല്ലാഹു എന്ത് ചോദിച്ചാലും ഉത്തരം ലഭിക്കുന്ന ഒരാളായി മാറാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ആവശ്യപ്പെടുകയുണ്ടായി. എന്താ ചോദ്യം? എന്താ ഇവിടില്ലേ? ചോദ്യം എന്താ? എന്ത് ചോദിച്ചാലും എനിക്ക് ഉത്തരം കിട്ടണം. അപ്പൊ എന്റെ ദുആഇന് ഉത്തരം കിട്ടുന്ന ഒരാളായി മാറാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അത്വിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. അത്വിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. നിന്റെ സമ്പാദ്യം ഹലാലാക്കണം. നീ തിന്നുന്നത് ഹലാലായാൽ അല്ലാഹു തആല നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അത്രത്തോളം കണിശമാണ്. തിന്നുന്നതും ജീവിക്കുന്നതും വീടും വസ്ത്രമൊക്കെ കർക്കശമായിട്ട് ഇസ്ലാം പറഞ്ഞു. ദുആ സ്വീകരിക്കണമെങ്കിൽ ഇത് നിർബന്ധമാണ്. ഒരു അണുമണി തൂക്കം ഹറാമുണ്ടെങ്കിൽ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ഏതായാലും ഈ വിഷയങ്ങളിലെല്ലാം സൂക്ഷ്മതയോടെ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ എല്ലാ പ്രശ്നത്തിനും അള്ളാഹു പരിഹാരം തരും. 5 കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒന്നാമത്തേത്, പരസ്യമായി ആളുകൾ തെറ്റു ചെയ്യാൻ തുടങ്ങിയാൽ തിന്മകളോട് ലാഘവത്തോടെ നിസ്സാരമായി കണ്ട് തിന്മകൾ എന്താ കുഴപ്പം, അതെന്താ കുഴപ്പം അങ്ങനെ ചോദിക്കുക. ഒരു മടിയില്ല. ടീച്ചേഴ്സ് കണ്ടാ കുഴപ്പമില്ല, പോലീസുകാർ കണ്ടാ കുഴപ്പമില്ല, ഉസ്താദുമാര് കണ്ടാ കുഴപ്പമില്ല, നാട്ടുകാര് കണ്ടാ കുഴപ്പമില്ല. ചെയ്യുന്നതിനെയൊക്കെ ഒരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ ന്യായീകരിച്ച് നടക്കുക. തെറ്റ് ചെയ്യുമ്പോ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു ഉളുപ്പ് വേണ്ട. ഇത് തെറ്റാണ്, അതിനെ പോലും ന്യായീകരിച്ച് പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ചെയ്ത തെറ്റുകൾ പരസ്യമാക്കുന്നവരുണ്ടായാൽ പേര് പോലും അറിയാത്ത, മരുന്നുകൾ പോലും ലഭിക്കാത്ത രോഗങ്ങൾ നൽകി അള്ളാഹു പരീക്ഷിക്കും. അതേപോലെ സാമ്പത്തികമായി ഇടപാടുകളിൽ സൂക്ഷ്മതയില്ല, ഹലാലും ഹറാമുമില്ലാതെ ഹക്കിടപാടിൽ സൂക്ഷ്മതയില്ലാതെ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ അധികാരികൾ നിങ്ങൾ ആക്രമിക്കുമെന്നവർ. അധികാരികൾ നിങ്ങളെ ആക്രമിക്കും. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികാരികൾ നിങ്ങൾ ആക്രമിക്കും. എന്ത് തെറ്റ് ചെയ്തിട്ട് ആരെവിടെ കുഴപ്പമുണ്ടാക്കി, എവിടെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? നിഷ്പക്ഷമായി പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ സർവ്വ ആളുകൾക്കറിയാം ഇസ്ലാമും മുസ്ലിമീങ്ങളും ഇവിടെ ഒരു പ്രശ്നത്തിൽ നിന്നിട്ടില്ല എന്നുള്ളത്. എല്ലാവർക്കും അറിയാം അല്ലെ? നിഷ്പക്ഷമായി ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന എല്ലാ ആളുകൾക്കറിയാം. പക്ഷെ അധികാരത്തിന് വേണ്ടിയിട്ട് എങ്ങനെങ്കിലും അധികാരത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ജീവിക്കുന്നവരിൽ ബഹുഭൂരിഭാഗം ആളുകളും എന്തെങ്കിലും വിഷയങ്ങളുമായി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഭരണാധികാരികൾ നമ്മെ ആക്രമിക്കും എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമ്പാദ്യവും ഇടപാടും ഹലാലാക്കണം. മൂന്നാമതായി പറഞ്ഞത്, വലം യംനഉ സകാത അംവാലിഹിം. സകാത്ത് കൊടുത്തില്ല പാവങ്ങളായ ആളുകൾക്ക് നമ്മുടെ സമ്പാദ്യം കണക്കെടുപ്പ് നടത്തി അതിന്റെ ഓരോഹരി പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തില്ലെങ്കിൽ അള്ളാഹു മഴയെ തരൂല. മഴ കിട്ടാത്തത് മരം വെട്ടിയിട്ടാണ് എന്നാ ശാസ്ത്രം പറയാ, അങ്ങനെ പറയാ. ഞാൻ
കേരളത്തിലുള്ള മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള 5 എയർപോർട്ടിലും കയറിയിട്ടുണ്ട്, ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ഫ്ലൈറ്റ് കയറുമ്പോൾ ആകെ താഴെ കാണുന്നത് പച്ചപ്പാണ്. മനസ്സിലായി? നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറി താഴോട്ട് നോക്കിയാൽ ആകെ കാണാൻ പച്ചപ്പാണ്. ഇനിയിപ്പോ എന്തിന് കോഴിക്കോട് ടൗണിൽ ഒരു 10-12 നിലയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി താഴെ നോക്കിയാലും കാണാൻ പച്ചപ്പാണ്. അപ്പൊ ശാസ്ത്രം അങ്ങനെ പറഞ്ഞാൽ തള്ളിക്കളയൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാരണമുണ്ട്. വലം യംനഉ സകാത അംവാലിഹിം, പാവങ്ങളായ ആളുകളുടെ വിഹിതം ഓഹരി വെച്ച് കൊടുക്കാതെ നമ്മൾ തന്നെ തിന്നാൽ പൈസ നമ്മുടേതാണ്. പക്ഷേ അതിന്റെ 2.5% അതിന്റെ ഓഹരി പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അത് കൊടുക്കാതിരുന്നാൽ അള്ളാഹു മഴയെ തരൂല, മഴയെ അള്ളാഹു തടഞ്ഞു വെക്കുന്ന പറഞ്ഞു. പിന്നെ 4-മതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അള്ളാഹു പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ജീവിച്ചില്ലെങ്കിൽ ശത്രുക്കൾക്ക് നിങ്ങളുടെ പേരിൽ ആധിപത്യമുണ്ടാവും. നിങ്ങളെ ശത്രുക്കൾ ഭരിക്കാൻ തുടങ്ങും. ശത്രുക്കൾ നിങ്ങളുടെ പേരിൽ ആധിപത്യം ചെലുത്തും. എപ്പോ? നിങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെ നടന്നില്ലെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ജീവിച്ചില്ലെങ്കിൽ. എന്നിട്ട് അവസാനമായി 5-മത് പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, മാലം തഹ്കും അഇമ്മതുഹും ബികിതാബില്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് വിധിക്കുന്നതിന് പകരം ഓരോ ആളുകൾക്ക് ഓരോ വിധി. അല്ലേ? മുതലാളിമാർക്കൊരു വിധി, അധികാരികൾക്കൊരു വിധി, പാവപ്പെട്ടവർക്കൊരു വിധി, ഫഖീറായ ആളുകൾക്കൊരു വിധി, സമ്പത്ത് കണ്ട് ആളുകൾക്കനുസരിച്ച് മസ്അല പറയാ, മുതലാളിമാർക്കനുസരിച്ച് ഫത്വ കൊടുക്കുക. മുതലാളിമാരുടെ കല്യാണത്തിൽ പാട്ടുണ്ടായ പ്രശ്നാണ് അല്ല, എന്നാ പാവപ്പെട്ടവന്റെ കല്യാണത്തിൽ പാട്ട് വെച്ച പ്രശ്നമാണ്. നല്ലൊരു കോടീശ്വരൻ അവന്റെ വീട് അവന്റെ കല്യാണത്തിന് വീഡിയോ ഷൂട്ട് ചെയ്താൽ അത് ഹലാലും, പാവപ്പെട്ടവൻ ചെയ്താൽ അത് ഹറാമും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആര്? വലിയ വലിയ ആളുകൾ തന്നെ, വലിയ വലിയ ആളുകൾ. ഇതിലെല്ലാരും ഉണ്ട്, എല്ലാ നേതാക്കന്മാരുണ്ട്. മുതലാളിമാരുടെ കല്യാണത്തിന് പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ അവരൊന്നും മിണ്ടൂല, എന്നാ പാവപ്പെട്ട മാറ്റുന്ന. ഇതൊക്കെയാണ് തോന്നിയതുപോലെ ആളുകൾക്കനുസരിച്ച് മസ്അല പറയാനും ഫത്വ പറയാനും. പരിശുദ്ധമായ ഖുർആനല്ല തീരുമാനം സ്വന്തമാണെങ്കിൽ, സ്വന്തം താല്പര്യത്തിനനുസരിച്ചാണ് നിങ്ങൾ ഫത്വ പറയുന്നത്, ജനങ്ങൾക്ക് ഹുക്മ പറയുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും, നിങ്ങൾക്കിടയിൽ തന്നെ അഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമായി ഒരൊറ്റ ആയത്തോതി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദല്ലാഹു الذين آمنوا منكم وعملوا الصالحات. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഖുൽ, നബിയേ താങ്കൾ പറയണം, അത്തീഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വഅതീഉർ റസൂല, പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണം. ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും വഇൻ തുതീഉഹു തഹ്തദൂ വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. നിങ്ങളിലെ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന സ്വാലിഹായ സൽപ്രവർത്തനങ്ങൾ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു വാക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് വാക്കെന്നറിയോ? നിങ്ങളുടെ പേരിൽ അധികാരം ചെലുത്തുന്ന ആളുകളെ മാറ്റിയിട്ട് നിങ്ങളുമായി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ അധികാരത്തിൽ കൊണ്ടുവരുമെന്ന്. തുർക്കി കണ്ടില്ലേ, അതാതുർക്കിനെ മാറ്റി ഉർദുഗാനെ കൊണ്ടുവന്നത്. അങ്ങനെ എത്രയോ രാജ്യങ്ങൾ. ഞാൻ പറയട്ടെ, ഏത് അധികാരികളായാലും സ്വാച്ഛാധിപതികളായാൽ അവർക്കൊരു പതനമുണ്ട് എന്ന് മനസ്സിലാക്കണം. ലിബിയയായാലും യമനായാലും ഈജിപ്തായാലും ഏത് രാജ്യങ്ങളായാലും ഏകാധിപതികളായി സ്വാച്ഛാധിപതികളായി പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിന് തീരെ പരിഗണന നൽകാതെ പുല്ലുവില നൽകിയിട്ട് തോന്നിയതുപോലെ ഭരിക്കുകയാണെങ്കിൽ ഒരു ഉയർച്ചയുണ്ട്. ആ ഉയർച്ച കഴിഞ്ഞാൽ പിന്നെ താഴ്ചയാണ്, പിന്നെ ഉയരൂല. ഒരു വളർച്ചയുണ്ട്, ആ വളർച്ച കഴിഞ്ഞാൽ പിന്നെ വളർച്ചയില്ല, താഴോട്ടാണ്. അതിന്റെ ഉത്തുംകുതയിലെത്തിയാൽ പിന്നെ അധപതനമാണ്, പിന്നെ കൂപ്പുകുത്തേണ്ടി വരും ഏറ്റവും താഴെയുള്ള അഗാധമായ ഗർത്തങ്ങളിൽ. അതുകൊണ്ട് അഹങ്കാരവും ധിക്കാരവും എല്ലാം മാറ്റിവെച്ച് രാജ്യത്തിന് നന്മ ചെയ്യേണ്ടവരാണ്, സമുദായത്തിന് നന്മ ചെയ്യേണ്ടവരാണ്, നാട്ടിന് നന്മ ചെയ്യേണ്ടവരാണ് എല്ലാ അധികാരികളും. അത് രാഷ്ട്രീയമായി പാർട്ടി, സംഘടന, പള്ളി, ജമാഅത്ത് എല്ലാം അങ്ങനെ തന്നെ. അതൊരു ഇന്ത്യ രാജ്യത്തിന്റെ നേതാക്കന്മാരെ, മന്ത്രിമാരെ മാത്രമല്ല,
എല്ലാം ഏത് മേഖലയിൽ നിൽക്കാണെങ്കിലും നമ്മൾ നീതിയോടുകൂടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഒരു പിടി അള്ളാഹു പിന്നെ കയറാൻ കഴിയില്ല, പിന്നെ അധപതനമാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ച് സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചാൽ അള്ളാഹു പറയുന്നു, നിങ്ങളുടെ ദീൻ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ദീനനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് ഞാൻ സൗകര്യം തരാം.